താങ്കൾ പല പല ഡെലിവറി ബ്ലോഗ്സ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഇപ്പോൾ താങ്കളുടെ ഡെലിവറിയുടെ വ്ളോഗ് എടുക്കുമ്പോൾ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പറയൂ. ആക്ച്വലി ശ്വാസം മുട്ടൽ പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ NICയിലോട്ട് മാറ്റിയേക്കാണ്. ഇപ്പോഴും ഒബ്സർവേഷനിലാണ്. അബോർഷൻസ് അങ്ങനത്തെ കുറച്ച് ഹിസ്റ്ററി ഉണ്ടായിരുന്നു. ഇതൊക്കെ പറഞ്ഞാലും ഞാൻ അനുഭവിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു തരി മാത്രമേ ഉള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ അനുഭവിച്ചേക്കുന്നത് എൻ്റെ വൈഫാണ്. കുറേ തവണ നമ്മളങ്ങനെ വിഷമിച്ചിട്ടുണ്ട്. ഇത് എൻ്റെ വൈഫിനാണ്. ഐ ലവ് യു, ഐ റെസ്പെക്ട് യു, താങ്ക് യു സോ മച്ച് ഫോർ ബീങ് പാർട്ട് ഓഫ് മൈ ലൈഫ്. ഹലോ, അപ്പോൾ വെൽക്കം ടു അവർ ഡെലിവറി ബ്ലോഗ്. അപ്പോൾ സെക്കൻഡ് ഡേ ആണ് നമ്മൾ അഡ്മിറ്റായിട്ട്. ഇന്നലെ തന്നെ ഇതിട്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ അവരൊരു സൊല്യൂഷൻ തരും. അത് വെച്ച് നമ്മൾ കുളിച്ചിട്ട് മുടിയൊക്കെ കെട്ടി പിന്നെ മറ്റേ ട്രിപ്പ് ഇട്ട് പിന്നെ NST ചെക്ക് ചെയ്ത് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോകും. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറേ കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നല്ലേ. ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ട് പല ഡോക്ടേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി കഴിയണം. രാവിലെ ചായയൊക്കെ കിട്ടി. നമുക്കാണ് ഒന്നും കിട്ടാതെ. അപ്പോൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു, മരുന്നുകളൊക്കെ കഴിച്ചു, ഡോക്ടർ വന്ന് കണ്ടു, കൺസൾട്ട് ഒക്കെ വാങ്ങിച്ചോണ്ട് പോയി. ഇനി എന്താ ഇപ്പോൾ NST ചെയ്തോണ്ടിരിക്കുന്നു അല്ലേ? ടയേർഡ് ആയതുകൊണ്ട് നമ്മൾ ഒരു ട്രിപ്പ് ഇട്ടു. അതിൻ്റെ കൂടെ NSTയും കൂടെ ഇട്ടു. അപ്പം അങ്ങനെ കിടക്കണം. എന്താ പറയാനുള്ളത്? ഇന്ന് താങ്കളുടെ ഡെലിവറി ബ്ലോഗാണ്. താങ്കൾ പല പല ഡെലിവറി ബ്ലോഗ്സ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഇപ്പോൾ താങ്കളുടെ ഡെലിവറിയുടെ വ്ളോഗ് എടുക്കുമ്പോൾ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പറയൂ. ആകാംക്ഷ മാത്രമേ ഉള്ളൂ. പേടിയുണ്ട്. പേടിക്കണ്ട കേട്ടാ. ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പം ബേബിക്ക് കുറച്ച് ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ NICയിലോട്ട് മാറ്റിയേക്കാണ്. അപ്പം വെയിറ്റ് ചെയ്യുകയാണ്. ഡിസ്ട്രെസ് ഒന്നുമില്ല, മടങ്ങിയിരിക്കൊന്നുമില്ല. ആക്ച്വലി ശ്വാസം മുട്ടൽ പോലെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞിന് ചെറിയൊരു ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ന്യൂ ബോണിന് നോർമലി ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ബ്രീത്തിങ് ഇഷ്യൂ ആണെന്നും തോന്നുന്നു. അപ്പോൾ എന്തായാലും NICയിലോട്ട് മാറ്റിയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയി കണ്ടപ്പോഴത്തേക്കും കുഴപ്പമില്ല എന്ന് പറഞ്ഞു, ദൈവം സഹായിച്ച്. അപ്പോൾ അങ്ങനെ ബേബി ഓക്കെ ആണെന്ന് തോന്നുന്നു. ഇപ്പോഴും ഒബ്സർവേഷനിലാണ്. എന്തായാലും ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് റൂമിലോട്ട് വരത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഞാനിപ്പം വീട്ടിലോട്ടൊന്ന് വന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നേരത്തെ കുറച്ച് ഇങ്ങനെ അബോർഷൻസ് അങ്ങനത്തെ കുറച്ച് ഹിസ്റ്ററി ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ അബോർഷൻ്റെ സമയത്തും ഓരോ മിസ്കാരേജിൻ്റെ സമയത്തും നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ പോയിരിക്കുമ്പോൾ പുള്ളിക്കാരി അകത്ത് ഇതിൻ്റെ വിഷമത്തിൽ കിടക്കുകയായിരിക്കും. ഞാൻ പുറത്തിരിക്കുമ്പോൾ
ഇങ്ങനെ ഓരോ കുഞ്ഞുങ്ങൾ പുറത്തോട്ട് വരുന്നു. ബേബി വ്യൂയിങ് ഏരിയയിൽ ഇങ്ങനെ അവരെയൊക്കെ കാണിക്കുന്നു. അപ്പോൾ കാണിക്കുമ്പോൾ നമുക്കിങ്ങനെ ബേബി പോയ വിഷമത്തിൽ നമ്മളിങ്ങനെ ഇരിക്കുകയല്ലോ. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ എടുത്ത് അവർ സന്തോഷിക്കുന്നതാണോ നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിഷമം വരുമല്ലോ മനുഷ്യനല്ലേ. അപ്പോൾ അങ്ങനെ കുറേ പ്രാവശ്യം കുറേ തവണ നമ്മളങ്ങനെ വിഷമിച്ചിട്ടുണ്ട്. അപ്പം ഇന്നിപ്പം ദൈവം സഹായിച്ച് ഞങ്ങൾക്കും ഒരു കുഞ്ഞിനെ തന്നു. ഇതൊക്കെ പറഞ്ഞാലും ഞാൻ അനുഭവിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു തരി മാത്രമേ ഉള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ അനുഭവിച്ചേക്കുന്നത് എൻ്റെ വൈഫാണ്. കുറേ തവണ നമുക്കിങ്ങനെ മിസ്കാരേജ് ഒക്കെ വന്നപ്പോഴും അപ്പം ഞങ്ങൾ രണ്ടും ആയിരുന്നു കൂടുതലും കൂടെ ഉണ്ടായിരുന്നതും ആശുപത്രിയോ വാസമോ എല്ലാം. അപ്പോൾ അപ്പോഴെല്ലാവരും അപ്പം എല്ലാം പുള്ളിക്കാരി ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് സഹിച്ച് വേദന എല്ലാം സഹിച്ച്, പക്ഷേ പെട്ടെന്ന് തന്നെ ബാക്ക് ടു ട്രാക്കാണ് പുള്ളിക്കാരി. ഒരു പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ പുള്ളിക്കാരി ബാക്ക് ടു ട്രാക്ക്. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു പുള്ളിക്കാരുടെ ആ വിഷമമൊക്കെ കാണുമ്പം നമ്മുടെ വിഷമമൊന്നും അല്ലാന്ന് തോന്നും. അപ്പോൾ അതാണ് പുള്ളിക്കാരുടെ ഇത്ര റെസ്പെക്റ്റ്. കാരണം എനിക്ക് നേരത്തെ ഒരു മെഡിക്കൽ കേസ് ഉണ്ടായിരുന്നു. അപ്പം അതിന് മുമ്പ് പുള്ളിക്കാരിക്ക് ഒരു മെഡിക്കൽ കേസ് തൊട്ട് മുന്നേ. അപ്പോൾ അതിന് സ്റ്റിച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റിച്ച് പോലും നോക്കാതെ പുള്ളിക്കാരി എനിക്ക് വേണ്ടി കുറേ കഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെയൊക്കെ ഇത് എൻ്റെ വൈഫിനാണ്. ഐ ലവ് യു, ഐ റെസ്പെക്റ്റ് യു, താങ്ക് യു സോ മച്ച് ഫോർ ബീങ് പാർട്ട് ഓഫ് മൈ ലൈഫ്. അപ്പോൾ ഇത് ഭയങ്കര ഡ്രാമ പോലെ തോന്നും, അല്ല. പക്ഷേ ഞാൻ അവളുമായിട്ട് ഇല്ലാത്ത സമയങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ എനിക്ക് അവസരം കിട്ടിയത് ഇങ്ങനെ പറയാൻ, അല്ലെ എപ്പോഴും എൻ്റെ കൂടെ കാണും. അപ്പം ഇത് നീ കാണാതെ ഞാൻ അപ്ലോഡ് ചെയ്യും. വീഡിയോ വരുമ്പം കണ്ടാൽ മതി. എന്തായാലും ലവ് യു സോ മച്ച്. പിന്നെ ആ ഒരു സന്തോഷം നമ്മൾ ഇത്രയും നാളും ആഗ്രഹിച്ചിട്ട് ദൈവം തമ്പുരാൻ നമുക്ക് തന്ന ഒരു ഗിഫ്റ്റ്. അപ്പോൾ അതെല്ലാം കൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് ഹോസ്പിറ്റലിലോട്ട് പോവാണ്. ഇപ്പം നമുക്കിനി പുള്ളിക്കാരിയും ബേബിയും കൂടെ റൂമിൽ വന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഫൈനലി ഡെലിവറിയൊക്കെ കഴിഞ്ഞു. മദറും ബേബിയും ഇങ്ങോട്ട് റൂമിൽ എത്തിയതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു നേരത്തെ ചെറിയൊരു ബ്രീത്തിങ്ങിന് ഉണ്ടായിരുന്നു. അപ്പോൾ NICയിലൊക്കെ പോയി ഒബ്സർവേഷൻ കുഴപ്പമില്ലാതെ നോർമലായിരുന്നു, സാധാരണ C-സെക്ഷനൊക്കെ വരുന്ന പോലത്തെ. അപ്പം രണ്ടുപേരും തിരിച്ച് റൂമിലെത്തിയിട്ടുണ്ട്. ഇവിടെ കിടക്കുകയാണ്. ഭയങ്കര വെയില്. ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പോൾ കുഴപ്പമില്ലല്ലേ? അപ്പം അങ്ങനെ നമ്മുടെ ആള് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും പറയണ്ടോ? വഴി നമുക്ക് പതുക്കെ ഓരോ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ടാണ് പിന്നെ കവർ ചെയ്യാം. അപ്പോൾ തൽക്കാലം വലിയൊരു ആഗ്രഹം പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. അപ്പം പറഞ്ഞു. അപ്പം പുതിയൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം ഓൾ 3 of us.